ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 37 തൈക്കാട്ട് അയ്യാവു സ്വാമികൾക്കൊപ്പം. ഭാഗം 37 തൈക്കാട്ട് അയ്യാവു സ്വാമികൾക്കൊപ്പം ഇവിടെ ആരംഭിക്കുന്നു. തിരുവനന്തപുരത്തുള്ള പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരുടെ ഭവനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ നാണുഭക്തനും ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടിരുന്ന ചട്ടമ്പി സ്വാമിയും തമ്മിൽ മിക്ക ദിവസങ്ങളിലും സംവാദങ്ങൾ നടക്കുക പതിവായിരുന്നു. വേദാന്ത വിഷയങ്ങളിലുള്ള ഇരുവരുടെയും പാണ്ഡിത്യവും ആഴമേറിയ ചിന്തയും പ്രകടമാകുന്ന അവസരങ്ങളായിരുന്നു അത്. പലപ്പോഴും പെരുന്നെല്ലിക്ക് അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഏത് വിഷയങ്ങളിലായാലും ഒരവസരത്തിൽ പോലും ഇരുവരും തർക്കിച്ച് അകലുകയേ ഉണ്ടായിട്ടില്ല. അത്രമേൽ ദൃഢമായിരുന്നു അവരുടെ ഇണക്കവും സ്നേഹവും സാഹോദര്യവും. ചട്ടമ്പി സ്വാമിക്ക് യോഗാഭ്യാസം വശമായിരുന്നു. സ്വാമി കഠിനമായ ചില യോഗാസനങ്ങൾ പോലും അനായാസം ചെയ്യുമായിരുന്നു. അത് കണ്ടപ്പോൾ നാണുഭക്തനും അതിൽ താൽപ്പര്യമേറി. തൻ്റെ സത്യാന്വേഷണ പരതയ്ക്ക് ആ ആസനമുറകൾ സഹായകമാകുമെന്ന് തോന്നിയ നാണുഭക്തൻ ഒരിക്കൽ ചട്ടമ്പി സ്വാമിയോട് അന്വേഷിച്ചു, ഈ വിദ്യകളൊക്കെ എവിടെ നിന്നാണ് പരിശീലിച്ചത്? ചട്ടമ്പി സ്വാമി: ശിവരാജ യോഗവിദ്യയിൽ മഹാകേമനായ ഒരാചാര്യൻ തൈക്കാട്ടുണ്ട്. സുബ്ബരായ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തിരുവിതാംകൂർ റെസിഡൻസിയിലാണ് ഉദ്യോഗം. എങ്കിലും ആളുകൾ അദ്ദേഹത്തെ തൈക്കാട്ട് അയ്യാവു സ്വാമി എന്നാണ് വിളിക്കുന്നത്. ഒരു ദിവസം ചട്ടമ്പി സ്വാമി നാണുഭക്തനെയും കൂട്ടി തൈക്കാട്ട് അയ്യാവു സ്വാമിയുടെ ബംഗ്ലാവിലെത്തി. കണ്ട മാത്രയിൽ തന്നെ അയ്യാവു സ്വാമിക്ക് നാണുഭക്തനെ വളരെ ഇഷ്ടമായി. ഒരു യോഗിയുടേതായ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിന് നാണുഭക്തനിൽ ദർശിക്കുവാൻ കഴിഞ്ഞു. അതോടെ വർദ്ധിച്ച സന്തോഷത്തോടെ അയ്യാവു സ്വാമി നാണുഭക്തനെ തൻ്റെ ശിഷ്യനാക്കുകയും ചെയ്തു. അയ്യാവു സ്വാമിയുടെ ആജ്ഞാനുസരണം യോഗവിദ്യയുടെ ചില പാഠങ്ങൾ നാണുഭക്തനെ പരിശീലിപ്പിച്ചത് ചട്ടമ്പി സ്വാമിയായിരുന്നു. കുറഞ്ഞൊരു കാലം കൊണ്ട് നാണുഭക്തൻ മറ്റു ശിഷ്യന്മാരെക്കാൾ യോഗവിദ്യയിൽ അതിസമർത്ഥനായി തീർന്നു. അയ്യപ്പ ദീക്ഷിതരുടെ യോഗദർപ്പണം എന്ന ഉത്കൃഷ്ടകൃതി അക്കാലത്ത് നാണുഭക്തൻ ഹൃദിസ്ഥമാക്കുകയും ചെയ്യുകയുണ്ടായി. അയ്യാവു സ്വാമിക്ക് മറ്റു ശിഷ്യന്മാരോടൊന്നും തോന്നാതിരുന്ന ഒരു പ്രത്യേക വാത്സല്യം നാണുഭക്തനോടുണ്ടായിരുന്നു. യോഗവിദ്യയ്ക്ക് പുറമെ ആധ്യാത്മിക കാര്യങ്ങളിലുള്ള ചില സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിന് ആ ഗുരുശിഷ്യ പാരസ്പര്യത്തിലൂടെ നാണുഭക്തന് കഴിയുകയും ചെയ്തിരുന്നു. യോഗാസന മുറകളിൽ താരതമ്യേന പരിശീലിക്കാൻ വളരെ പ്രയാസമുള്ള അഭ്യാസങ്ങൾ വരെ അനായാസം ശീലിക്കുവാൻ നാണുഭക്തന് സാധിച്ചിരുന്നു. ഖേചരി മുദ്ര, നൗളി, ഘടം മുതലായ ആസനങ്ങളൊക്കെ ആയാസരഹിതമായി ചെയ്യുന്ന നാണുഭക്തനെ കണ്ടിട്ട് മറ്റു ശിഷ്യന്മാർ അത്ഭുതപ്പെടുക തന്നെ ചെയ്തു. സിദ്ധനും ജ്ഞാനിയുമായിരുന്ന അയ്യാവു സ്വാമി ഒരു ഗൃഹസ്ഥനായിരുന്നു. അതേസമയം ഒരു യോഗി കൂടിയായിരുന്നു. ആധ്യാത്മികതയെയും യോഗവിദ്യയെയും പരസ്പരം ഇണക്കിച്ചേർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിനാൽ സ്വാമിയുടെ ലൗകികവും യൗകികവുമായ ജീവിതശൈലി ആരെയും ആകർഷിക്കുന്നതായിരുന്നു. യോഗവിദ്യയിലും സിദ്ധിയിലും നാണുഭക്തൻ അഗ്രേസരനായി കഴിഞ്ഞപ്പോൾ അയ്യാവു സ്വാമി ഒരു ദിവസം തൻ്റെ വത്സല ശിഷ്യനെ അരികിലേക്ക് വിളിച്ചു. സർവലോകാനുരൂപനായി വിളങ്ങേണ്ട ഋഷിയും കർമ്മയോഗിയുമാണ് നാണുവെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു. നാണുവിൻ്റെ ഉള്ളിൽ വെളിപ്പെടാനിരിക്കുന്ന ആ ഋഷി മഹിമയെ സിദ്ധി കൊണ്ടറിഞ്ഞ അയ്യാവു സ്വാമി അപ്പോൾ നാണുവിനെ ഇപ്രകാരം ഉപദേശിച്ചു. നാണു ഏതെങ്കിലും കാനനത്തിലെത്തി ഏകാന്തവാസം നയിച്ച് കുറേക്കാലം തപസ്സനുഷ്ഠിക്കണം. നാണുവിൻ്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടാമലരല്ലേ നീ.
നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടാമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 37 തൈക്കാട്ട് അയ്യാവു സ്വാമികൾക്കൊപ്പം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.